ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ 100+ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ചിലർക്ക് കാണുമ്പോൾ ഇത് 100+ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എൻ്റെ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ട്രാവലിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ഒരു ട്രാവലിംഗ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ കാണുമായിരിക്കും, അറിയത്തില്ല. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവൂ കേട്ടോ. അപ്പം ട്രാവലിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോയത് മൂകാംബികയിലാണ് പോയത്. വാവകളുടെ ചോറൂണ് എഴുത്തിനിരുത്താൻ വേണ്ടി പോയതാട്ടോ. എഴുത്തിനിരുത്താൻ വേണ്ടി പോയതാണ്. ഒരു ദിവസം മൂകാംബിക, ഒരു ദിവസം കുടജാദ്രി എന്ന ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ പ്ലാനിങ്ങിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ കൃത്യമായിട്ട് പറയാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം ഏകദേശം 5:30 ആയി കാണും. ഇനി അടുത്ത ടാസ്ക് വാവകളെ ഉണർത്തുക, റെഡിയാക്കുക. ബാഗുകളൊക്കെ ഞങ്ങൾ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചു. 3 ബാഗിലും എൻ്റെയും വാവളുടെയും ഡ്രസ്സ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ 7:30 കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളൊക്കെ പോകാൻ റെഡിയായി ഇറങ്ങി. 9 മണിക്കാണ് ട്രെയിൻ സമയം. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. ലഗേജ് കൂടുതലായതുകൊണ്ട് തന്നെ അച്ഛനും അനിയനും വേറെ ഓട്ടോ ഓടിച്ചാൽ വരുന്നത്. ചേട്ടായിയും ബാക്കിയുള്ളവരൊക്കെ സ്റ്റേഷനിൽ അങ്ങ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. രാവിലെ വാവൾക്ക് പ്രത്യേകിച്ചൊന്നും കൊടുക്കാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് പാല് കാച്ചി കൊണ്ടുവന്നു. അമ്മ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരാൾ നല്ല ഉറക്കമാണ്. ഈ 2 പേരിൽ ബ്ലൂ ഷർട്ട് എൻ്റെ അനിയനും റെഡ് ഷർട്ട് എൻ്റെ കൊച്ചിൻ്റെ മോനാണ് കേട്ടോ. വാവകളൊക്കെ ആദ്യമായിട്ട് ആ ട്രെയിനിൽ നേരിട്ട് കാണുന്നത്. അതിനൊരു എക്സൈറ്റ്മെൻറ്റിലാണ് 2 പേരും. എല്ലാവരും വന്നു കഴിഞ്ഞ ശേഷം ഞങ്ങളിതാ ട്രെയിനകത്ത് കയറി. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. പിന്നെ വാവകൾ 2 പേരും പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ആദ്യമായിട്ടല്ലേ ട്രെയിനിൽ കയറുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക കൗതുകം തോന്നുന്നുണ്ട്. കണക്കിന് എനിക്കും അങ്ങനെ തന്നെയാണ്. കാരണം ഇതെൻ്റെ 2ാമത്തെ ട്രെയിൻ യാത്രയാണ്. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ നന്നായിട്ട് ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. അതിൻ്റെ കുറവൊക്കെ ഇപ്രാവശ്യം നന്നായിട്ട് നികത്തിയിട്ടുണ്ട്. രാവിലെ ഞങ്ങളൊന്നും കഴിക്കാതെ വന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെ കൊണ്ടാണ് വന്നത്. അതൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞതും വാവകളൊക്കെ നല്ല ഉറക്കമായി. രാവിലെ എഴുന്നേറ്റതുകൊണ്ട് അതിൻ്റെ ക്ഷീണവും 2 പേർക്കും ഉണ്ടായിരുന്നു. 2 പേർക്ക് മാത്രമല്ല, എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് ബോറിംഗ് ആയി തുടങ്ങി. കുറച്ച് സമയമൊക്കെ പുറത്തൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ടെത്തിയിരുന്നു. പിന്നെ അതും അടുത്തു. പക്ഷേ ഇപ്പോൾ രാത്രി എടുക്കുന്നത് ഇടയ്ക്കുള്ള ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇടയ്ക്ക് ഓരോ സ്റ്റേഷനിലും ആളുകളൊക്കെ കയറിയപ്പോൾ ഞങ്ങൾ ഇരുന്നിടത്തൊന്നും സീറ്റൊക്കെ മാറി സെപ്പറേറ്റായി. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ രാത്രി 12:30 കഴിഞ്ഞാണ് ഞങ്ങൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ലാൻഡ് ചെയ്തു. ഞാൻ ഏറ്റവും ബാക്കിലാണ് കേട്ടോ. ബാക്കി എല്ലാവരും എൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ബാക്കിലായി പോയതാ. നല്ല രാത്രിയാണ്. ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ ഹോട്ടലിലാണ് പോകുന്നത്. ട്രെയിനിൽ വെച്ച് മൂകാംബികയിലേക്ക് പോകുന്ന ഒരു ഫാമിലിയെ ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പോൾ ചേട്ടായി അവരോട്ട് പരിചയത്തിലായി. ഇപ്പോൾ അവരുടെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് ഹോട്ടലൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവുക. അവിടെ നിന്ന് ഒരു കാറിലാണ് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രത്തിനടുത്ത ഹോട്ടലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹോട്ടലിലേക്കുള്ള യാത്ര തിരിക്കാൻ പോവുകയാണ്. രാത്രി പ്രത്യേകിച്ച് വിഷയമൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. രാത്രി ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ
ക്ഷേത്ര പരിസരമാണ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഫുൾ സൈലന്റ് മോഡും. 12:30 പിന്നെ എന്ത് ബഹളവാ. അങ്ങനെതാ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ആ ഒരു സമയത്ത് നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ഫുൾ സൈലൻറ്റും. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു ഹോട്ടലിൽ ഞങ്ങൾക്ക് റൂം ശരിയായി. അതും ഒരു ഭാഗ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതാ റൂമിലേക്ക് പോകാൻ പോവുകയാണ്. ചെക്കിനൊക്കെ ചെയ്തു. റേറ്റ് കുറവാണ് കേട്ടോ. ഞാനാണിത്. വാവകളൊക്കെ ഉണർന്നിരിക്കുക. അവരൊക്കെ ട്രെയിനിൽ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോകുന്നു, അവർ ഉറങ്ങി എണീറ്റിരിക്കുന്നു. ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അത്ര വലിയ ഹോട്ടലൊന്നും അല്ല, ഒരു ആവറേജ്. എന്നാൽ ഞങ്ങളുടെ കണക്കിന് ഇതൊരു നല്ല ഹോട്ടലാണ്. നല്ല വൃത്തിയുണ്ട്. എല്ലാം കൊണ്ടും തരക്കേടില്ലാത്ത നല്ല ഹോട്ടലാണ്. ഞാനും അച്ഛനും വാവകളും എൻ്റെ അനിയന്മാർ 2 പേരും ഞങ്ങളൊരു റൂമിലാണ്. ചേട്ടയുടെ അച്ഛനും അമ്മയൊക്കെ സെപ്പറേറ്റ് വേറെ റൂമിലാണ് കേട്ടോ. ഇതാണ് ഹോട്ടലിൻ്റെ ഒരു റൂമിനകം. നല്ല വൃത്തി, അത്യാവശ്യ സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ ഗൈസ്, ഞങ്ങൾ ഉറക്കമൊക്കെ കളഞ്ഞ് വാവകളൊക്കെ കാര്യമായിട്ട് കിടന്ന് കളിക്കുന്നത്. നാളെ രാവിലെ ഇനി അമ്പലത്തിൽ കയറണം. ഇതിനിടയിൽ ഇനി എപ്പോൾ കിടന്നുറങ്ങാനാ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് വിടാം. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പാർട്ട് ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. ഞങ്ങൾ ഏകദേശം അമ്പലത്തിൽ പോയിട്ട് ഒരാഴ്ച അടുപ്പിച്ചായി. പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. വാവകൾക്കൊക്കെ പനി പിടിച്ചു. അപ്പോൾ പനി ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ഡിലേ ആയിപ്പോയത്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പാർട്ട് സെക്കൻഡ് മാക്സിമം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി സെക്കൻഡ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ.